شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نون والقلم وما يسطرون. ما أنت بنعمة ربك بمجنون وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم. فستبصر ويبصرون بأيكم المفتون. إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين. فلا تطع المكذبين ودوا لو تدهن فيدهنون ولا تطع كل حلاف مهين هماز مشاء بنميم مناع للخير معتد أثيم عتل بعد ذلك زنيم أن كان ذا مال وبنين إذا تتلى عليه آياتنا قال أساطير الأولين. صدق الله العظيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا وحبيبنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് അഥവാ 18ാമത്തെ ദിവസമായ ഇന്ന് اللهم نبهني فيه بركات أسحاره ونور فيه قلبي بضياء أنواره وخذ بكل أعضائي إلى اتباع آثاره بنورك يا نور قلوب العارفين എന്ന ദിക്റിനെ ചൊല്ലി തന്നെ തുടങ്ങാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നബിയെ അങ്ങ് ഉത്തമമായ വണ്ണമായ സ്വഭാവത്തിൻ്റെ മേലിലാണെന്നാണ്. അള്ളാഹു ഒരാളെ എന്തെങ്കിലും വിഷയത്തിൽ പ്രത്യേകമായ രീതിയിൽ പരിഗണിക്കുമ്പോൾ അതിൽ വലിയ ഹിക്മത്തുണ്ടായിരിക്കും. മഹാനായ ഖാദി ഇയാദ് തങ്ങൾ ഷിഫായിൽ വഹബ് ഇബ്നു മുനബ്ബഹ് തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അവർ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. ഖറഅതു ഫി അഹദിൻ വസബ്ഈന കിതാബ, ഞാൻ 71 കിതാബ് ഓതി. ഫവജദ്തു ഫി ജമീഇഹാ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അർജഹുൻ നാസി അഖലൻ വഅഫ്ളലുഹും റഅയ. അത് മുഴുവനത്തിലും ഞാൻ എത്തിച്ചത്
നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ബുദ്ധിയുള്ളവരും ഏറ്റവും നല്ല ആശയമുള്ളവരുമെന്നാണ്. മറ്റൊരു റിപ്പോർട്ടനുസരിച്ച് ദുനിയാവിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ വന്നതും വരാനുള്ളതുമായ സകല ബുദ്ധിമാന്മാരുടെയും ബുദ്ധി അള്ളാഹുവിൻ്റെ ഹബീബിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഈ ദുനിയാവിലെ മണൽത്തരികളിൽ നിന്നുള്ള ഒരു മണൽത്തരി പോലെയാണെന്നാണ്. ഉസ്താദാനി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, ബുദ്ധിയെ 100 ഭാഗമാക്കിയതിൻ്റെ 99 നൽകപ്പെട്ടത് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. അതിൽ ഒരു ഭാഗം മാത്രമേ മുഅ്മിനീങ്ങൾക്ക് വീതിക്കപ്പെട്ടിട്ടുള്ളൂ. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വഭാവം കാന ഖുലുഖുൽ ഖുർആൻ, അവിടുത്തെ സ്വഭാവം അത് ഖുർആനായിരുന്നു. അവിടുന്ന് പറഞ്ഞു, ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, എന്നെ അയക്കപ്പെട്ടത് സൽ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മെ സൃഷ്ടിച്ചതിലും നമുക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നൽകിയതിലും വലിയ ഒരു ലക്ഷ്യമുണ്ടവന്. അവിടുന്ന് പഠിപ്പിക്കുന്നു, ഇന്നല്ലാഹ ഹഫൽ ഇസ്ലാമ ബിമകാരിമിൽ അഖ്ലാഖി വ മഹാസിനിൽ അമാൽ, സൽ സ്വഭാവങ്ങളെ കൊണ്ടും സൽക്കർമ്മങ്ങളെ കൊണ്ടുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയം ഇസ്ലാമിനെ പൊതിഞ്ഞിട്ടുള്ളത്, ആവരണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വഭാവം, അവൻ്റെ കർമ്മങ്ങൾ നല്ലതാകുക എന്നത് പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അത് നമുക്ക് നന്നാക്കിയെടുക്കാനുള്ള മാതൃകയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് ബുദ്ധിയിലും മറ്റെല്ലാവിധ സംസ്കാരങ്ങളിലും അള്ളാഹുവിൻ്റെ ഹബീബിനെ അള്ളാഹു ഉന്നതരാക്കിയിട്ട് തന്നെയാണ് അള്ളാഹു പറഞ്ഞത്, വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. കാരണം അള്ളാഹു എല്ലാം അവരിൽ സമ്മേളിപ്പിച്ചു. അത് നമ്മോട് പുന്നാര നബി പഠിപ്പിച്ചു തന്നു, ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, എന്നെ അയക്കപ്പെട്ടത് സൽ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. അവിടുന്ന് നമുക്ക് ഒരുപാട് സ്വഭാവങ്ങൾ പഠിപ്പിച്ചു തന്നു. പക്ഷെ സത്യത്തിൽ അനവധി സ്വഭാവങ്ങൾ നാം പകർത്തുന്നതിൽ നാം വളരെയധികം പിന്നിലും അശ്രദ്ധരുമാണ്. അവിടുന്ന് ഒരുപാട് സ്വഭാവങ്ങൾ നമുക്ക് കാണിച്ചു തന്നു. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നത് നമുക്ക് അത്യാവശ്യമാണ്. നല്ല ബന്ധങ്ങൾ പുലർത്തുക, ഭക്ഷിപ്പിക്കുക, പാവപ്പെട്ട ആളുകളെ ഭക്ഷിപ്പിക്കുന്ന വിഷയത്തിൽ, അതുപോലെ തന്നെ സലാം പറയുന്ന വിഷയത്തിൽ അല്ലാഹുവിൻ്റെ ഹബീബ് അഫ്ഷു സലാം, സലാമിനെ വ്യാപിപ്പിക്കണമെന്ന് നമ്മോട് പറഞ്ഞു. പക്ഷേ നാം പലപ്പോഴും സലാമിൻ്റെ സ്ഥാനത്ത് മൗനം പാലിക്കുകയോ അതല്ലെങ്കിൽ ഒരു ശ്രദ്ധ പുലർത്താത്ത ഒരു അവസ്ഥയിലോ ആണ് നാമൊക്കെയും നമ്മിൽ പലരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രോഗസന്ദർശനം, മയ്യിത്ത് പരിപാലനം, അയൽബന്ധങ്ങൾ. ഇവിടെ നാം മനസ്സിലാക്കേണ്ടിയ ഒരു പ്രധാന ഘടകം, നമ്മുടെ അയൽവാസി മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വ്യത്യാസമില്ലാത്ത രീതിയിൽ ബന്ധം കാത്തുസൂക്ഷിക്കൽ നമുക്ക് അത്യാവശ്യമാണ്. ആ വിഷയത്തെക്കുറിച്ച് അത്രമാത്രം ഗൗരവമായി പുന്നാര നബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രായമായ ആളുകളെ ബഹുമാനിക്കുക. ചില ആളുകളിലെങ്കിലും ആ ഒരു സ്വഭാവം വളരെ കുറഞ്ഞു വരുന്നു. നാം ഒരാളെ ബഹുമാനിച്ചാൽ, പ്രായമായ ഒരാളെ നാം ബഹുമാനിച്ചാൽ, നമുക്ക് പ്രായമാകുമ്പോൾ നമ്മെ ബഹുമാനിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് തന്നെ ഒരാളെ നിയമിക്കുമെന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുക, മാപ്പ് ചെയ്തു കൊടുക്കുക അവരുടെ വീഴ്ചകളിൽ. അതുപോലെ തന്നെ തെറ്റി നടക്കുന്ന ഒരുപാട് ആളുകൾ, ബാപ്പയും മകനും, സഹോദരങ്ങൾ തമ്മിൽ, നാട്ടുകാർ തമ്മിൽ, അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ മസ്ലഹത്തിന് വേണ്ടി നാം ഒരുങ്ങണം. അവരുടെ ഇടയിൽ നന്മയുണ്ടാക്കാൻ, ഏകോപിപ്പിക്കാൻ നാം മുന്നിട്ട് വരണം. കാരണം അതൊക്കെയും പുന്നാര നബി നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. നാം ഒരു പാരയാകരുത്, അതല്ലെങ്കിൽ പാര വെക്കുന്ന ആളുകളുടെ കൂടെ നാം കൂടരുത്. അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്നൊക്കെയും ഒഴിഞ്ഞു നിൽക്കുക. ഗീബത്ത്, നമീമത്ത്, കളവ് പോലത്തെ വളരെ അപകടകരമായ
സ്വഭാവങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ നാം ശ്രമിക്കണം. കാരണം അല്ലാഹുവിൻ്റെ ഹബീബാണ് നമുക്കുള്ള ഏറ്റവും വലിയ മാതൃക. ഒരുപാട് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് തുടർ ദിവസങ്ങളിൽ നമുക്ക് ഒരല്പമെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളെങ്കിലും പറയാൻ നമുക്ക് ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് ഏറ്റവും ഉത്തമരായ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വഭാവങ്ങളിൽ നിന്നും നമ്മുടെ സ്വഭാവങ്ങളിലില്ലാത്തതെന്തോ അത് കഴിയുന്നത്രയും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നാം ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.